നമസ്കാരം. ഭാരതീയ വ്യോമസേനയുടെ കരുത്തും കൃത്യതയും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിലെ മുരിദ് വ്യോമതാവളത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 മെയ് മാസത്തിൽ ഭാരതം നടത്തിയ അതിശക്തമായ ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണത്തിൽ തകർന്ന പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടതായി പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. പാക് പഞ്ചാബിലെ ചക്വാളിന് സമീപമുള്ള ഈ പ്രമുഖ വ്യോമതാവളത്തിലെ പ്രധാന കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയ നിലയിലാണുള്ളത്. 10 മാസത്തോളം നീണ്ട അറ്റകുറ്റപ്പണികൾക്കൊടുവിൽ കെട്ടിടം ഉപേക്ഷിക്കുവാൻ പാകിസ്ഥാൻ നിർബന്ധിതമായത് ഭാരതീയ വ്യോമസേന തൊടുത്തുവിട്ട മിസൈലുകൾ ആ ലക്ഷ്യസ്ഥാനത്ത് ഏൽപ്പിച്ച ആഴത്തിലുള്ള ആഘാതത്തിൻ്റെ തെളിവായി മാറുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 2025 മെയ് 10 പുലർച്ചെ 2 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഇന്ത്യ 10ഓളം പാക് വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു മുരിദ് വ്യോമതാവളം. ആളില്ലാ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നിർണായകമായ കേന്ദ്രമായിരുന്ന ഈ കെട്ടിടത്തിന് നേരെയാണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ തൊടുത്തത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ വലിയ സുഷിരങ്ങൾ ഉണ്ടായതായും ഉള്ളിൽ വലിയ തകർച്ച സംഭവിച്ചതായും കണ്ടെത്തിയിരുന്നു. പിന്നീട് മാസങ്ങളോളം ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് ഈ ഭാഗം മറച്ച് വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെങ്കിലും അറ്റകുറ്റപ്പണികൾ സാധ്യമാകാത്ത വിധം കെട്ടിടത്തിൻ്റെ അടിത്തറയ്ക്കും തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചതായി ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഏകദേശം 35 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഈ വമ്പൻ കെട്ടിടം പൂർണ്ണമായും ഇല്ലാതാക്കിയത് ഭാരതത്തിൻ്റെ ആക്രമണ ശൈലിയുടെ പ്രത്യേകതയാണ്. കെട്ടിടത്തിൻ്റെ പുറംഭാഗത്ത് വലിയ സ്ഫോടനം നടത്തുന്നതിന് പകരം ഉള്ളിലേക്ക് തുളച്ചു കയറി പൊട്ടിത്തെറിക്കുന്ന പെനട്രേറ്റർ വാർഹെഡ് സാങ്കേതികവിദ്യയാണ് ഇന്ത്യ ഇവിടെ പ്രയോഗിച്ചത്. ഇതിനായി റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിടുന്ന അതിമാരകമായ സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. 450 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലുകൾക്ക് പല പാളികളായുള്ള കോൺക്രീറ്റ് മേൽക്കൂരകൾ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കുവാനും അവിടെ വച്ച് പൊട്ടിത്തെറിച്ച് കെട്ടിടത്തെ ഉള്ളിൽ നിന്ന് തകർക്കുവാനും ശേഷിയുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന അവശിഷ്ടങ്ങളുടെ സ്വഭാവം ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള സ്ഫോടനം നടന്നുവെന്ന് ശരിവെക്കുന്നതാണ്. ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ജൂൺ മാസത്തിൽ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പച്ച ടാർപോളിൻ കൊണ്ട് മറച്ചതായും ഡിസംബറോടെ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതായും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഫെബ്രുവരി 28 പുറത്തു വന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ആ ശ്രമങ്ങളെല്ലാം പാഴായതായി കാണാം. കെട്ടിടം നിന്നിരുന്ന ഭാഗത്ത് ഇപ്പോൾ ചുവപ്പ് കലർന്ന അവശിഷ്ടങ്ങളും മണ്ണും മാത്രമാണ് അവശേഷിക്കുന്നത്. കെട്ടിടം ഇനി ഉപയോഗിക്കുവാൻ സുരക്ഷിതമല്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പാകിസ്ഥാൻ അത് പൂർണ്ണമായും ഇടിച്ചു നിരത്താൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ ആക്രമണം ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും അത് ആഴത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇതോടെ തെളിയിക്കപ്പെട്ടു. മുരിദ് വ്യോമതാവളത്തിലെ ഭൂഗർഭ നിലവറകളെയും ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നു. ഭൂഗർഭ കേന്ദ്രത്തിലേക്കുള്ള കവാടത്തിന് തൊട്ടടുത്തായി 3 മീറ്റർ വീതിയുള്ള വൻ ഗർത്തൻ രൂപപ്പെട്ടത് നേരത്തെ തന്നെ വാർത്തയായിരുന്നു. പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായ ആ രാത്രിയിൽ ഇന്ത്യ നടത്തിയ മിന്നൽ നീക്കങ്ങൾ എത്രത്തോളം കൃത്യമായിരുന്നുവെന്ന് 10 മാസങ്ങൾക്ക് ശേഷം പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകൾ ഉറപ്പിക്കുന്നു. അതിർത്തി കടക്കാതെ തന്നെ ശത്രുവിൻ്റെ ഭൂഗർഭ അറകളും കമാൻഡ് സെൻ്ററുകളും തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സൈനിക കരുത്ത് പാകിസ്ഥാന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വന്തം മണ്ണിലെ തകർന്ന തന്ത്രപ്രധാനമായ കെട്ടിടം പോലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത പാക് വ്യോമസേനയുടെ നിസ്സഹായതയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.